ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ അല്ലെങ്കിൽ വിശക്കുന്ന ഏത് സമയത്തോ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ദാ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാബേജ് ഇതുപോലെ കനം കുറച്ചിട്ട് അരിഞ്ഞതും അതുപോലെ ക്യാരറ്റും ഇതുപോലെ കനം കുറച്ചിട്ട് തന്നെ രണ്ടും നീളത്തിലാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണ് ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ അത് ചേർത്ത് കൊടുക്കേണ്ട. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചാറ്റ് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒറിഗാനോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതായത് ഇതുപോലെ മുട്ടയിലെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഇതൊരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഉപ്പില്ലാത്ത ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 2 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സൈഡ് ഒന്ന് റെഡി ആയിട്ട് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സൈഡും കൂടെ നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഈ ഒരു പാനിലേക്ക് തന്നെ നമുക്ക് വീണ്ടും ഒരല്പം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എഗ്ഗ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ അങ്ങ് പരന്ന് വരും. ആ ഒരു സമയത്ത് നമ്മൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് ചേർത്തിട്ട് ആ ഒരു ബ്രെഡിൻ്റെ ആ ഒരു വലിപ്പത്തിലാക്കിയെടുക്കാം കേട്ടോ. വലിപ്പത്തിലും ആ ഒരു ഷേപ്പിലും ഒക്കെ ഇങ്ങനെ നമുക്ക് ചട്ടകം വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഒരു സൈഡ് എന്നിട്ട് റെഡി ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു ക്യാബേജും ക്യാരറ്റും ഒക്കെ ഒന്ന് ചെറുതായിട്ട് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് കുക്കായിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് എടുക്കാം. ഇനി നമ്മൾ പ്ലേറ്റിൽ നമ്മുടെ ബ്രെഡ് ഉണ്ടല്ലോ, മൊരിച്ചെടുത്തിട്ടുള്ള ഒരു ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മുട്ട ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ മുട്ട ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചൂടുള്ള മുട്ടയുടെ മുകളിൽ നമ്മൾ സ്ലൈസ് ചീസാണ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ടൊമാറ്റോ സോസ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മയോണൈസും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ ഇനി വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മറ്റേ പീസ് ബ്രെഡും ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള എഗ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് തന്നെയാണ്. ഇപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്